ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഇത്രയും നമ്മൾ നോക്കി. ഓക്കെ, ടണൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ്. ഇനി നമുക്ക് അതിലത്തെ ബാക്കിയുള്ള റെയിൽവേ എഞ്ചിനീയറിംഗും ഹൈവേ എഞ്ചിനീയറിംഗ് പിന്നെ ട്രാഫിക് എഞ്ചിനീയറിംഗ് ഇത്രയാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ റെയിൽവേ എഞ്ചിനീയറിംഗ് കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്, റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം റെയിൽവേ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെയിൽവേ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹിസ്റ്ററിയിൽ എന്തുവാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1853 ഏപ്രിൽ 16 ആണ്. ഓക്കെ, ഏപ്രിൽ 16 1853 ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ബോംബെ ടു താനെ ആയിരുന്നു. ബോംബെയിലെ ബോരി ബന്ദർ എന്ന സ്ഥലത്ത് നിന്നും താനെയിലേക്കായിരുന്നു എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അവർ 57 മിനിറ്റാണ് ഈ ബോംബെയിൽ നിന്നും താനെ വരെ എത്താൻ 57 മിനിറ്റാണ് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് 32 കിലോമീറ്റർ എന്നാണ് ടെസ്റ്റിൽ പറയുന്നത്. നിമ്മിയുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ 33 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. PSCയുടെ ആൻസറായിട്ട് 34 കിലോമീറ്ററും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണോ ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് എഴുതുക. ഇനി ഈ ട്രെയിനിൽ എത്ര കോച്ചസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ 14 കോച്ചസ് ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര കോച്ചസ് ഉണ്ടായിരുന്നു? 14 കോച്ചസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 400 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയം 3:30 PM. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റെയിൽവേ ആണ് പറയുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1853 ഏപ്രിൽ 16 ആണ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബോംബെയിൽ നിന്നും താനെയിലേക്കാണ് ട്രെയിൻ പോയത്. ബോംബെയിൽ നിന്നും താനെ വരെ എത്താനായിട്ട് എത്ര സമയം എടുത്തു? 57 മിനിറ്റാണ് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്തത്. ബോംബെയിൽ ഏത് സ്ഥലമാണ്? ബോരി ബന്ദർ എന്ന സ്ഥലത്താണ്. പിന്നെ 400 പാസഞ്ചേഴ്സ് ആ ട്രെയിനിലുണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് 3:30 PM ആണ്. ഇനി എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 32 കിലോമീറ്റർ എന്ന ആൻസർ കണ്ടിട്ടുണ്ട്, 34 ഉണ്ട്, 33 ഉണ്ട്. സോ ഏതാണോ സ്യൂട്ടബിൾ ആൻസർ അതായത് ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ ഓപ്ഷനിൽ. അപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്യാം. ദെൻ 14 കോച്ചസ് ആയിരുന്നു ഈ ട്രെയിനിലുണ്ടായിരുന്നത്. ആൻഡ് ദെയർ ഇസ് 3 എൻജിൻ. ഓക്കെ, ആ ഒരു ട്രെയിനിൽ 3 എൻജിൻസ് ഉണ്ടായിരുന്നു. ആ 3 എൻജിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സുൽത്താൻ, സാഹിബ് ആൻഡ് സിന്ധ് എന്നാണ്. സുൽത്താൻ, സാഹിബ് ആൻഡ് സിന്ധ് എന്നായിരുന്നു ആ 3 എൻജിൻസിന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഹിസ്റ്ററി എന്നുള്ള നിലയിൽ. എന്നാണ് ഇയർ കറക്റ്റായിട്ട് അറിഞ്ഞാൽ 1853 ഏപ്രിൽ 16 ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് ഫ്രം ബോംബെ ബോരി ബന്ദർ എന്നുള്ള സ്ഥലത്ത് നിന്നും. ബോംബെയിലെ ബോരി ബന്ദറിൽ നിന്നും താനെയിലേക്കാണ്. 400 പാസഞ്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. 57 മിനിറ്റാണ് ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 32 കിലോമീറ്റർ അല്ലെങ്കിൽ 34 കിലോമീറ്റർ അല്ലെങ്കിൽ 33 കിലോമീറ്റർ. 14 കോച്ചസ് ഉണ്ടായിരുന്നു. അതിൽ 3 എൻജിൻസാണുള്ളത്. ഏതൊക്കെയാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സുൽത്താൻ, സാഹിബ് ആൻഡ് സിന്ധ്. ഓക്കെ, ഇനി IRCTC ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. IRCTC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതാണ് IRCTCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത് ലോഞ്ച് ചെയ്തത് 1999 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇയർ ഓർക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1999 ആണ്. സോ എനിക്കത് ഓർക്കാൻ വളരെ ഈസിയാണ്. സോ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, എപ്പോഴും ഇയർ ആണെങ്കിലും നമ്പേഴ്സൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ IRCTCയുടെ ഫുൾ ഫോം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ലോഞ്ച് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1999 ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള റെയിൽവേ സോൺസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സോൺസൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോർത്തേൺ റെയിൽവേ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതാണ് ന്യൂഡൽഹി. ഓക്കെ, ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം പഠിക്കുക. ചോദിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം അധികം കാണാനൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോർത്തേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹി, നോർത്ത്. അപ്പം എന്താണ് ഇങ്ങനെയല്ലേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ നോർത്ത് സൈഡിലാണ് ഏത് വരുന്നത്? നമ്മുടെ നോർത്ത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ പഠിക്കുക, നോർത്തേൺ റെയിൽവേ. അപ്പോൾ എന്നിൽ തന്നെയാണ് തുടങ്ങുന്നത്. സോ ഇറ്റ് ഈസ് ന്യൂ ഡൽഹി. അങ്ങനെ തന്നെ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, നോർത്ത്, അപ്പോൾ ന്യൂ ഡൽഹി. ഓക്കെ, ദെൻ സദേൺ റെയിൽവേ എന്ന് പറയുന്നത് സൗത്ത് സൈഡിൽ ഏറ്റവും വരുന്ന ഏതാണ്? ചെന്നൈ ആണ്. ഓക്കെ, സദേൺ റെയിൽവേ ചെന്നൈ ആണ്. ഈസ്റ്റേൺ റെയിൽവേ എന്ന് പറയുമ്പോഴത്തേക്കും കൊൽക്കട്ട. ഏതാണ്? കൊൽക്കട്ട ഈസ്റ്റേൺ. ദെൻ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുമ്പോഴത്തേക്കും ഡബ്ല്യൂവിനെ തിരിച്ചിട്ട് എന്താണ്? M ആണ്. സോ മുംബൈ. ഓക്കെ, അപ്പോൾ നോർത്തേൺ റെയിൽവേ എന്ന് പറയുന്നത് ന്യൂഡൽഹി.
ഓക്കെ, തലസ്ഥാനം ഏതാണ് നോർത്തിൽ എന്നുള്ള ഇതിൽ നമുക്ക് നോക്കാം. ആൻഡ് സൗത്തിൽ വരുമ്പോഴത്തേക്കും ചെന്നൈ ആണ്. ഈസ്റ്റ് വരുമ്പോൾ കൊൽക്കട്ട, അത് കാണാൻ പഠിക്കാം. വെസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ഏതാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ഡബ്ല്യു തിരിച്ചിട്ടാൽ മുംബൈ. ഓക്കെ, ഇനി സെൻട്രൽ റെയിൽവേ ഉണ്ട്. സെൻട്രൽ റെയിൽവേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ഏത് തന്നെയാണ്, മുംബൈ ആണ്. ഈസ്റ്റിലും സെൻട്രലിലും ഏത് തന്നെയാണ്, മുംബൈ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ അപ്പോൾ എവിടെയായിട്ട് വരും, ഇവിടെ ആയിട്ട് വരും. അവിടെ അതായത് UP അല്ലെങ്കിൽ ഗോരഖ്പൂർ ആണ് അവിടുത്തെ റെയിൽവേ. നോർത്ത് ഈസ്റ്റ് ആണെന്ന് പറയുന്നത് ഗോരഖ്പൂർ. ഓക്കെ, ദെൻ നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേ ഉണ്ട്. ഇറ്റ് ഈസ് മാലിഗാവോൺ, അതായത് നിയർ ഗുവാഹട്ടിയുടെ അടുത്തുള്ള മാലിഗാവോൺ ആണ് നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി സൗത്ത് സെൻട്രൽ റെയിൽവേ ഏതാണ്, സെക്കന്ദരാബാദ്. സൗത്ത് സെൻട്രൽ എന്ന് പറയുമ്പോൾ ഏത് ഓർക്കണം, സെക്കന്ദരാബാദ് ഓർക്കണം, സെക്കന്ദരാബാദ്. ദെൻ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് എവിടെയാണ്, കൊൽക്കട്ട. ഈസ്റ്റിൽ ഓൾറെഡി കൊൽക്കട്ട പറഞ്ഞില്ല, അപ്പോൾ സൗത്ത് ഈസ്റ്റേൺ ആണെങ്കിൽ ഏത് തന്നെയാണ്, കൊൽക്കട്ട തന്നെയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി NN. പിന്നെ അതേപോലെ സദേൺ റെയിൽവേ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള ചെന്നൈ ആണ്. ദെൻ ഈസ്റ്റേൺ റെയിൽവേ നമുക്ക് പഠിക്കാൻ കോഡൊന്നും പറഞ്ഞില്ല, എങ്കിലും അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വെസ്റ്റേൺ റെയിൽവേ ഡബ്ല്യുവിന് തിരിച്ചിട്ടാൽ മുംബൈ. വെസ്റ്റേൺ റെയിൽവേ മുംബൈ ആണെങ്കിൽ സെൻട്രൽ റെയിൽവേ ഏത് തന്നെയായിരിക്കും, മുംബൈ തന്നെയായിരിക്കും. ഓക്കെ, ഇതൊന്നും ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ള ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻഡർ. ഓക്കെ, ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി സർവേയിൽ ടെൻഡർ വേറെയാണ്, റെയിൽവേ എഞ്ചിനീയറിംഗിൽ ടെൻഡർ വേറെയാണ്. റെയിൽവേ എഞ്ചിനീയറിംഗിൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ, അതിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിനെയാണ് ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് വിച്ച് സ്റ്റോർസ് ഫ്യൂവൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെൻഡർ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് വിച്ച് സ്റ്റോർസ് ഫ്യൂവലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ടെൻഡർ. ഇനി റോളിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. റോളിംഗ് സ്റ്റോക്ക്, അതായത് റോളിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോക്കോമോട്ടീവ്സ് അല്ലെങ്കിൽ എൻജിൻസ്, കോച്ചസ് ആൻഡ് വാഗൺസ്. ഓക്കെ, എൻജിന്, കോച്ച്, വാഗൺ ഇതെല്ലാം ചേർന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റോളിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരണം ഈ ടേം യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ഇതെല്ലാം കൂടി ചേർന്ന് ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്ത് ചെയ്യാണ്, ആ ഒരു ട്രാക്കിൽ കൂടി റോൾ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, റോളിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോളിംഗ് സ്റ്റോക്കിൽ എന്തൊക്കെയുണ്ട്, ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ എൻജിൻസ് ഉണ്ട്, കോച്ചസ് ഉണ്ട്, വാഗൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ റെയിൽവേയിലേക്ക് ഡീപ്പായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് എന്താണ് പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്. എന്താണ് പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്താണെന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റെയിൽസ് ഫിറ്റഡ് ഓൺ സ്ലീപ്പേഴ്സ് ആൻഡ് റെസ്റ്റിംഗ് ഓൺ ബല്ലാസ്റ്റ് ആൻഡ് സബ്വേ. അതായത് ഈ ഒരു സംഭവത്തിന് മുഴുവനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്. ഓക്കെ, അതിൽ എന്തൊക്കെയുണ്ട്, റെയിൽസ് ഉണ്ട്. റെയിൽസാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, റെയിൽസ് എന്ന് പറയുന്നത് എവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ലീപ്പേഴ്സിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ റെയിൽസ്, ഓക്കെ, ഈ ഒരു റെയിലിനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എവിടെയാണ്, താഴെയുള്ള സ്ലീപ്പേഴ്സിലാണ്. ഓക്കെ, റെയിലിനെ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, താഴെയായിട്ട് സ്ലീപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്ലീപ്പേഴ്സിൽ വുഡൻ സ്ലീപ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. സോ വുഡൻ സ്ലീപ്പേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്തു. ആൻഡ് വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ ബല്ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്താണ്, ബല്ലാസ്റ്റ് കല്ലുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴെ എന്തുണ്ടാവും, സബ് ഗ്രേഡ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഒരു ടേം റെയിൽ. അപ്പോൾ പെർമനൻറ്റ് വേഗത നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റെയിൽ, സ്ലീപ്പർ, ബല്ലാസ്റ്റ്, സബ് ഗ്രേഡ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കണ്ടേ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെയിൽ. അപ്പോൾ റെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിന് എന്ത് ഷേപ്പാണ്, ഐ ഷേപ്പാണ് അല്ലേ, ഒരു ഐ പോലെ ഇരിക്കുന്ന ഷേപ്പാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ റെയിലിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു റെയിൽവേ ട്രാക്കിൽ എത്ര റെയിൽസ് കാണാം, ഒരു സെറ്റ്, അതായത് 2 റെയിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദ റെയിൽസ് ഓൺ ദ ട്രാക്ക് ക്യാൻ ബി കൺസിഡർ ആസ് സ്റ്റീൽ ഗിർഡേഴ്സ്. അപ്പോൾ സ്റ്റീൽ ഗിർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ, സ്റ്റീൽ ഐ സെക്ഷൻസ് ആണ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ആക്സിയൽ ലോഡ്. ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യുക, അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ റെയിൽസ് എന്ന് പറയുന്നത്. ഇതെന്താണ്, അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ദേ ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. ഇത് അറിഞ്ഞിരിക്കുക, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഈ റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതിൽ മാംഗനീസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ റെയിലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യുക, അതൊരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ എന്താണ് ലോഡ്, ഇതിൻ്റെ ഈ റെയിലിലേക്ക് വരുന്ന ലോഡിനെ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ താഴെ ഏതാണുള്ളത്, സ്ലീപ്പറാണുള്ളത്. സോ ആ സ്ലീപ്പറിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക ലോഡ്.
ടു പ്രിവെൻറ്റ് ലാറ്ററൽ ത്രസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യും. ഇത്രയാണ് റെയിൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് റെയിൽ ഗേജ് അല്ലെങ്കിൽ ഗേജ് ഓഫ് എയർ? അപ്പോൾ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഹൈ കാർബൺ സ്റ്റീൽ, അത് മാഗ്നീസ് കണ്ടന്റ് കൂടുതലുള്ള ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ റെയിൽസ് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞത് ആക്സിയൽ ലോഡ് കെയറി ചെയ്യുക, അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, സ്റ്റീൽ ഗിർഡേഴ്സ് ആണ്, അതായത് ഐ സെക്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടു ട്രാൻസ്ഫർ ലോഡ് ടു സ്ലീപ്പേഴ്സിലേക്ക് എന്ത് ചെയ്യണം, ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ ലാറ്ററൽ ത്രസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യണം. ഇനി റെയിൽ ഗേജ് അല്ലെങ്കിൽ ഗേജ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. റെയിൽ ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് റെയിൽസിനിടയ്ക്കുള്ള ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് ദ ഹെഡ്സ് ഓഫ് എ റെയിൽവേ ട്രാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് എന്താണ്, അതിൻ്റെ ഹെഡാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡാണ്. സോ ഈ ഹെഡിൻ്റെ ഇന്നർ ഫേസസ്, ഓക്കെ, ഈ ഹെഡിൻ്റെ ഇന്നർ ഫേസ് ഏതാണ്? ഇതാണ്. ഇവിടുത്തെ ഹെഡിൻ്റെ ഇന്നർ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇത് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗേജ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഗേജ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ദ ഗേജ് ഓഫ് എ റെയിൽവേ ട്രാക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് ദ ഹെഡ്സ് ഓഫ് എ റെയിൽവേ ട്രാക്ക്. ഒരു റെയിൽവേ ട്രാക്കിലെ എന്താണ് ഹെഡ്സിൻ്റെ റെയിൽസിൻ്റെ ഹെഡുകൾ തമ്മിലുള്ള ഇന്നർ ഫേസസിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗേജ് എന്ന് വിളിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേജ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഗേജ് തന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബ്രോഡ് ഗേജ്. ഇനി അതിൻ്റെ ഈ വാല്യൂസും ചോദിച്ചിട്ടാണ്, എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ് ഈ വാല്യൂസ്. അതായത് ബ്രോഡ് ഗേജിൻ്റെ ഗേജ് വിഡ്ത്ത് എത്രയാണ്? ഇറ്റ് ഈസ് 1.676 മീറ്റർ. ഓക്കെ, 1.6 ഓർക്കുക, അതിൻ്റെ കൂടെ 1ഉം 6ഉം കൂടെ കൂട്ടിയാൽ 7, പിന്നെ ഇവിടെ രണ്ടാമത് ഇതിനെടുത്ത് നാലാമത് എഴുതുക. ഓക്കെ, 1.676 മീറ്റർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബ്രോഡ് ഗേജ് സെക്ഷനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഗേജ് ഏതെന്ന് ചോദിച്ചാലും ഇറ്റ് ഈസ് ബ്രോഡ് ഗേജ്. അപ്പോൾ ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. അതിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1.676 ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ആസോ നോൺ ആസ് സ്റ്റാൻഡേർഡ് ഗേജ് ഓഫ് ഇന്ത്യ. ദെൻ മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗേജ് എടുത്ത് വരുന്ന 1 മീറ്റർ ആണ്. ടു ബിൽഡ് ചീപ്പ് റെയിൽവേസ് ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീറ്റർ ഗേജ് യൂസ് ചെയ്യുന്നത്. ദെൻ നാരോ ഗേജ് എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ ഗേജ് വിടുത്തെന്ന് പറയുന്നത് 0.762 മീറ്റർ. ഓക്കെ, നാരോ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഗേജ് വിടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.762 മീറ്റർ. ഈ നാരോ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹില്ലി ഏരിയാസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നാരോ ഗേജ് യൂസ് ചെയ്യുന്നത് ഫോർ ഡെവലപ്പിംഗ് പുവർ ഏരിയാസ് ആൻഡ് തിൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. തിന്നായിട്ടുള്ള പോപ്പുലേറ്റഡ് ഏരിയാസിലും അതുപോലെ തന്നെ പുവർ ഏരിയാസൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഹില്ലി ഏരിയാസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നാരോ ഗേജ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫീഡർ ട്രാക്ക് ഗേജ് ഉണ്ട്. എന്താണ് ഫീഡർ ട്രാക്ക് ഗേജ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു ലൈറ്റ് ഗേജ് ആണ്. അതിൻ്റെ ഗേജ് വിഡ്ത്ത് പറയുന്നത് 0.610. നമ്മുടെ ബ്രോഡ് ഗേജിന് എത്രയെന്ന് 1.676. മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ ആണ്. നാരോ ഗേജ് ആണെങ്കിൽ 0.762. ഫീഡർ ഗേജ് ആണെങ്കിൽ ഗേജ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.610 ആണ്. ഹില്ലി ഏരിയസിൽ തന്നെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡർ ട്രാക്ക് ഗേജും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വേൾഡിൻ്റെ സ്റ്റാൻഡേർഡ് ഗേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1.435. എത്രയാണ്? 1.435. അതായത് 1.4 ഓർക്കുക, 1ഉം 4ഉം മൈനസ് ചെയ്താൽ 3, 1ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ 5, അങ്ങനെ ഓർക്കുക. 1.435 വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ്. 1.435 ഗേജ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കൺട്രി. വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് എന്താണ്, മോസ്റ്റ് കൺട്രീസിലും യൂസ് ചെയ്യുന്ന ഗേജിനാണ് വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ വേൾഡ് സ്റ്റാൻഡേർഡ് 1.435 യൂസ് ചെയ്യുന്നത് ഡൽഹി മെട്രോയിൽ മാത്രമാണ്. ഓക്കെ, ഇനി ഒരു വീൽ ഗേജ് എന്ന് ഒരു ടേം കണ്ട, അതുകൊണ്ട് എന്താണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് പെയർ ഓഫ് വീൽസ്. ഓക്കെ, ഒരു പെയർ ഓഫ് വീൽസ് ഉണ്ട്, അതിൻ്റെ ഇന്നർ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീൽ ഗേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞതാണ് റെയിൽവേ ഗേജ് ആണ്. റെയിൽവേ ഗേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു റെയിൽസിൻ്റെ ഇന്നർ ഫേസസ് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് ഗേജ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നമുക്ക് ബ്രോഡ് ഗേജ് ഉണ്ട്, മീറ്റർ ഗേജ് ഉണ്ട്, നാരോ ഗേജ് ഉണ്ട്, ഫീഡർ ട്രാക്ക് ഗേജ് ഉണ്ട്. വേൾഡിൻ്റെ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.435. ഇനി വീൽ ഗേജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് എ പെയർ ഓഫ് വീൽസ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വീൽ ഗേജ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഡബിൾ ഹെഡഡ് റെയിൽസ്. അത് രണ്ട് എന്താണ് മുകളിലും താഴെയും ഒരേ ഷേപ്പിലുള്ളതായിരിക്കുന്നതാണ് ഡബിൾ ഹെഡഡ് റെയിൽസ്. അത് മുകളിൽ എന്താണോ സൈസ് നമ്മൾ കൊടുക്കുന്നത്, ഹെഡിൻ്റെ സൈസും ഫുഡിൻ്റെ സൈസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. മുകളിൽ വരുന്നതാണ് ഹെഡ്, താഴെ വരുന്നതാണ് ഫുഡ്. അപ്പം നമ്മൾ ആൻഷ്യൻ ഡേയ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡബിൾ ഹെഡഡ് റെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡബിൾ ഹെഡഡ് റെയിൽസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡമ്പലിൻ്റെ പോലെ തോന്നും അല്ലേ. സോ ഇതിന് ഒരു ഡമ്പൽ സെക്ഷനാണ്. വെൻ ദ ഹെഡ് വാസ് വോൺ ഔട്ട്. അപ്പം ഇതിൽ നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇത് യൂസ് ചെയ്ത് എപ്പോഴാണോ ഹെഡ് എന്താണ് വിയർ ആൻഡ് ടിയർ സംബന്ധിച്ച് വോൺ ഔട്ട് ആവുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തലകീഴായിട്ട് വെക്കാം. അപ്പം നമുക്ക് എന്താ ഫൂട്ടിനെടുത്ത് ഹെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് റീയൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഡബിൾ ഹെഡ് റെയിൽസൊന്നും നമ്മളിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ദെൻ അടുത്ത് വരുന്നത് ബുൾ ഹെഡ് റെയിൽസ്. അതായത് ബുൾ ഹെഡ് റെയിൽസ് ഇൻ വിച്ച് ഹെഡ് വാസ് മെയ്ഡ് എ ലിറ്റിൽ തിക്കർ. ഓക്കെ, ഫൂട്ടിനെക്കാളും ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് തിക്കറും സ്ട്രോങ്ങറും ആയിരിക്കും ദാൻ ദ ലോവർ പാർട്ട് ബൈ ആഡിങ് മോർ മെറ്റൽ ടു ഇറ്റ്. ഓക്കെ, ഹെഡിൽ എന്തെങ്കിലും കൂടുതൽ മെറ്റൽ ആഡ് ചെയ്തിട്ട് അതിനെ കൂടുതൽ തിക്കറും സ്ട്രോങ്ങറും ആകും. സോ ദാറ്റ് ഈവൻ ആഫ്റ്റർ വിയർ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്. ഓക്കെ, വിയറിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്മോൾ ഫുഡ് കോസസ് ലോ സ്റ്റെബിലിറ്റി. ഓക്കെ, ചെറിയ ഫുഡാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ലോ സ്റ്റെബിലിറ്റിയാണ്. ദസ് ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി ചെയർ വിത്ത് കീസ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഫുഡ് ചെറുതാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സോ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ബുൾ ഹെഡ് റെയിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയർ വിത്ത് കീസ് നമ്മൾ യൂസ് ചെയ്യും. ചെയറും കീസും നമ്മൾ ഇതിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഫിഗർ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല, ഇത് അറിഞ്ഞിരിക്കുക. ചെയറും കീസും ഏതിലാണ് വരുന്ന ബുൾ ഹെഡ് റെയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ആൻഡ് കർവ്സ് വെയർ ദർ ഈസ് മോർ വിയർ. ഓക്കെ, പോയിന്റ്സിലും ക്രോസിങ്സിലും കർവ്സിലുമാണ് എവിടെയാണോ വിയർ കൂടുതലുള്ള അവിടെയാണ് നമ്മൾ എന്ത് ബുൾ ഹെഡ് റെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് വിഗ്നോട്സ് റെയിൽസ്. എന്താണ് വിഗ്നോട്സ് റെയിൽസ് എന്ന് വിളിക്കാം. ഓക്കെ, വിഗ്നോട്സ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ വിഗ്നോട്സ് റെയിൽസ് ആണ്. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ചാൾസ് വിഗ്നോട്സ് ഇൻ 1836. സോ ചാൾസ് വിഗ്നോട്സ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, വിഗ്നോട്സ് റെയിൽസ് എന്ന് വിളിക്കുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് എന്ന് വിളിക്കുന്നതിൻ്റെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞാൽ വിഗ്നോട്സ് റെയിൽസ് എന്നാണ്. ഇനി ബിയറിംഗ് പ്ലേറ്റ്സ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ റെയിൽ ആൻഡ് വുഡൻ സ്ലീപ്പേഴ്സ് ടു അവോയ്ഡ് ക്രഷിങ്. അപ്പോൾ ക്രഷിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിയറിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യും. എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റെയിലിനും വുഡൻ സ്ലീപ്പേഴ്സിനും ഇടയ്ക്കാണ് ബിയറിംഗ് പ്ലേറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ബുൾ ഹെഡഡിൽ നമ്മൾ എന്താണ് ചെയർ വിത്ത് കീസ് യൂസ് ചെയ്യും. എന്തിനാണ്, സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട്. ഇവിടെ ഫ്ലാറ്റ് ഫൂട്ടഡിലാണെങ്കിൽ ക്രഷിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അവോയ്ഡ് ചെയ്യാനായിട്ട് റെയിലിനും വുഡൻ സ്ലീപ്പേഴ്സിനും ഇടയ്ക്ക് നമ്മൾ ബിയറിംഗ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. ഇനി ഫ്ലാറ്റ് ഫുഡ് റെയിൽസിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഇനി ഇവിടെ പറയുന്നത് റെയിൽ സെക്ഷൻ, ഫ്ലാറ്റ് ഫുഡ് റെയിൽസ് നമുക്ക് മെയിനായിട്ട് 2 റെയിൽ സെക്ഷൻസ് ആണ്. 52 kg ഉണ്ട്, 60 kg ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് kg. ഓക്കെ, അപ്പോൾ ഈ 52 kg അതിൻ്റെ ഈ ഒരു ഡയമെൻഷൻ ടോട്ടൽ ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ എ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 156 mm. ഈ വാല്യൂ അറിഞ്ഞിരിക്കാം. ഇനി ബി ആണെങ്കിലും, അതായത് ഈ ഫൂട്ടിൻ്റെ താഴത്തെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 136 mm. സി, അത് ഹെഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 67 mm. ദെൻ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് ഈ ഒരു വെബിൻ്റെ തിക്നെസ് ഇറ്റ് ഈസ് 15.5 mm. ഇനി 60 റെയിൽ സെക്ഷൻ 60 kg ആണെങ്കിൽ ഈ ഇത്രയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 172 mm. ദെൻ ദിസ് ഈസ് 150 mm ആൻഡ് ഇറ്റ് ഈസ് 74.33 mm ആൻഡ് ഇറ്റ് ഈസ് 60.5 mm. ഇനി ഇതിൻ്റെ എല്ലാം വാല്യൂസ് പറ്റുവാണെങ്കിൽ പഠിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയർസ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ഡബിൾ ഹെഡഡ് ആൻഡ് ബുൾ ഹെഡഡ് റെയിൽസ് ഇൻ റിക്വേർഡ് പൊസിഷൻ. ഓക്കെ, ഡബിൾ ഹെഡഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡബിൾ ഹെഡഡിലും ബുൾ ഹെഡഡ് റെയിൽസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ചെയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പറഞ്ഞത്, ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷനിൽ ഡബിൾ ഹെഡഡ് റെയിൽസ് പറഞ്ഞു, ബുൾ ഹെഡഡ് പറഞ്ഞു, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് പറഞ്ഞു. ഓക്കെ, അതിൽ ഡബിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡബിൾ ഹെഡാണ്. അതിൻ്റെ ഹെഡിലും ഫൂട്ടിലും എന്തെങ്കിലും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ വെച്ചിട്ട് ഹെഡ് ഇത് വോൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ, തല തിരിച്ച് ഫൂട്ടിനെടുത്ത് ഹെഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാം, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ബുൾ ഹെഡ് ട്രെയിലാണെങ്കിൽ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ചധികം മെറ്റൽ കൂടുതൽ ആഡ് ചെയ്തിട്ട് അവിടെ തിക്കറും സ്ട്രോങ്ങറും ആക്കും. കാരണം എന്താണ്, ആ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വിയർ വരാൻ സാധ്യത. സോ അതിനെ കൂടുതൽ തിക്കറും സ്ട്രോങ്ങറും ആക്കാം. സോ ഇവിടെ പക്ഷേ എന്താണ്, ലോ സ്റ്റെബിലിറ്റി ആയിരിക്കും, സ്മോൾ ഫൂട്ടല്ലേ, അപ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ചെയർ വിത്ത് കീസ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് suitable in points and crossings and curves where there is more wear. ഇനി ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വിഗ്നോട്സ് റെയിൽസ്. നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള സൈസ് ഓഫ് എ റെയിൽ. ഓക്കെ, ഒരു റെയിലിൻ്റെ സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് വെയിറ്റ് പെർ മീറ്റർ ലെങ്ത്തിലാണ്. അതായത് കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ഇന്ന് സൈസ് ഡെസിഗ്നേറ്റ്. ഇവിടെ 52 kg പെർ മീറ്റർ ഉണ്ട് കേട്ടോ. 52 kg പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മീറ്ററിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 52 ആണ്. സോ സൈസ് ഓഫ് എ റെയിൽ നമ്മൾ എപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്താണ് വെയിറ്റ് പെർ മീറ്റർ ലെങ്ത്തിലാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത് സൈസ് ഡിസിഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് ട്രാക്കുകളാണ് ഉള്ളത്. സോ ഇതിൻ്റെ ഈ മൂന്നെണ്ണത്തിനും ഏതൊക്കെയാണ് സൈസിലുള്ള റെയിൽസാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ബ്രോഡ് ഗേജിനാണെങ്കിൽ 60 kg-യും 52 kg-യും 45 kg/m-ഉമാണ് ഉള്ളത്. അതിൽ 60 kg-യും 52 kg മോർ എക്കണോമിക്കൽ, ഡ്യൂറബിൾ ആൻഡ് സ്യൂട്ടബിൾ. ഓക്കെ, ഏതാണ് ബ്രോഡ് ഗേജിൽ ഏറ്റവും സ്യൂട്ടബിൾ ആണ് 60 kg-യും 52 kg ആണ്. ഇനി മീറ്റർ ഗേജിൽ വരുമ്പോൾ 45 ഉണ്ട്, 37, 30 ഉണ്ട്. നാരോ ഗേജ് വരുമ്പോൾ 25 kg/m ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മുടെ ലോഡ് ടേക്കൺ ബൈ റെയിൽ, ഈ ഒരു റേഷ്യോ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് ലോഡ് ടേക്കൺ ബൈ എ റെയിൽ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് എ റെയിൽ ഇൻ ടൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 510 ആണ്. ആക്യുറേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 512.06. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. റേഷ്യോ ഓഫ് ലോഡ് ടേക്കൺ ബൈ റെയിൽ ടു വെയിറ്റ് ഓഫ് റെയിൽ ഇൻ ടൺസ് അത് എത്രയാണ്? ഇറ്റ് ഈസ് 510 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് റെയിൽ ഇൻ ടൺസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ ലോഡ് ടേക്കൺ ബൈ റെയിൽ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോക്കോമോട്ടീവ് ആക്സിൽ ലോഡ് ഇൻ ടൺസ് ആണ്. എന്താണ് ലോക്കോമോട്ടീവ് ആക്സിൽ ലോഡ് എന്ന് നമ്മൾ വിളിക്കും. എന്താണ് ലോഡ് ടേക്കൺ ബൈ റെയിൽ, ലോക്കോമോട്ടീവ് ആക്സിൽ ലോഡ്. അത് എത്രയാണ്? സാധാരണ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 22.86 ടൺസ് ആണ്. ആൻഡ് നമുക്ക് വെയിറ്റ് ഓഫ് റെയിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ലോഡ് ടേക്കണിനെ ഡിവൈഡ് ബൈ 5 ടൺ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് റെയിൽ ഇൻ ടൺസ് നമുക്ക് കിട്ടും. സോ സൈസ് ഓഫ് റെയിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? വെയിറ്റ് പെർ മീറ്ററിലാണ്. ഇത്രയും സൈസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ റേഷ്യോ ഓഫ് ലോഡ് ടേക്കൺ ബൈ റെയിൽ ടു ദ വെയിറ്റ് ഓഫ് റെയിൽ ഇൻ ടൺസ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 510, അപ്രോക്സിമേറ്റ്ലി 510. ആക്യുറേറ്റ് വരുന്നത് 512.06 ആണ്. ലോഡ് ടേക്കൺ ബൈ റെയിലിനെ നമ്മൾ ലോക്കോമോട്ടീവ് ആക്സിൽ ലോഡ് എന്ന് വിളിക്കും. അതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂ 22.86 ആണ്. സോ ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് റെയിൽ ഇൻ ടൺസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് വരുന്നത് ലെങ്ത് ഓഫ് എ റെയിൽ. ലെങ്ത് ഓഫ് എ റെയിൽ ബ്രോഡ് ഗേജ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 13 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി 13 മീറ്റർ അല്ലെങ്കിൽ 12.8 മീറ്റർ. ഓക്കെ, 12.8 മീറ്റർ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ 12.8 മീറ്ററിനെയാണ് റൗണ്ട് ചെയ്ത് എന്ത് വിളിക്കുന്നത്? 13 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് റെയിൽ എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിൽ 13 മീറ്റർ അല്ലെങ്കിൽ 42 ഫീറ്റ്. മീറ്റർ ഗേജ് അല്ലെങ്കിൽ നാരോ ഗേജിലാണെങ്കിൽ 12 മീറ്റർ അല്ലെങ്കിൽ 39 ഫീറ്റ് ആണ്. അതായത് 11.89 എന്ത് വിളിക്കുന്നത്? 12 മീറ്റർ ആയിട്ട് റൗണ്ട് ചെയ്തേക്കുന്നത്. ഇനി നോ റെയിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3.66 മീറ്റർ. 3.66 മീറ്ററിനേക്കാളും ഒരു റെയിലും എന്ത് ചെയ്യാൻ പറ്റില്ല? ലെങ്ത് കുറയാൻ പാടില്ല. ഡിസൈറബിൾ ലെങ്ത് ഓഫ് റെയിൽ എന്നാണ് ഇറ്റ് ഈസ് 5.5 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് റെയിൽ അറിഞ്ഞിരിക്കുക. ബ്രോഡ് ഗേജിനാണെങ്കിൽ ഇറ്റ് ഈസ് 13 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് 12.8 മീറ്റർ എന്നാണ് വരുന്നത്. ഈ ഫീറ്റിലുള്ള വാല്യൂ കൂടി പഠിക്കുക, അതും ചോദിച്ചിട്ടുണ്ട്. 42 ഫീറ്റ്. മീറ്റർ ഗേജിനായാലും നാരോ ഗേജിനായാലും 12 മീറ്റർ അല്ലെങ്കിൽ 11.89 മീറ്റർ ആണ്, അല്ലെങ്കിൽ 39 ഫീറ്റ് എന്ന് പറയാം. ഒരു റെയിലിൻ്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3.66 മീറ്റർ ആവാൻ പാടില്ല. ഇനി ഡിസൈറബിൾ ലെങ്ത് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 5.5 മീറ്റർ ആയിരിക്കണം. ഇനി നാരോ ഗേജ് റെയിൽസ് വേരി ബട്ട് ദ കോമണസ്റ്റ് ലെങ്ത് ഈസ് 9 മീറ്റർ. അപ്പം നാരോ ഗേജ് റെയിലിൻ്റെ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എത്രയാണ്? 9 മീറ്റർ ആണ്. ഇനി സപ്പോസ് ഈ റെയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.66 മീറ്ററിൽ താഴെയാണ്, അതിൻ്റെ ഡിസൈറബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5.5 മീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? റെയിൽ ക്ലോഷർ യൂസ് ചെയ്യണം. അതായത് റെയിൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എ റെയിൽ പേസ് ഹാവിങ് ലെങ്ത് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ലെങ്ത് യൂസ്ഡ് ടു ക്ലോസ് ദ ഗ്യാപ്പ്. ഓക്കെ, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലെങ്ത് കുറഞ്ഞ റെയിലിനെയാണ്, സ്റ്റാൻഡേർഡ് ലെങ്തിനെ, റെയിൽ പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൽ ക്ലോഷർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 3.66 മീറ്ററിലും താഴെ ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതുപോലെ 5.5 മീറ്ററിലും താഴെ ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൽ ക്ലോഷർ എന്ന്. അതായത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റെയിൽ പീസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൽ ക്ലോഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.